ഒരു പാമ്പ് പോണ കണ്ടോ? ഇത് എന്തിനാന്ന് അറിയുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അത് ആ മീറ്റേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും പല തീമിൽ. ഇപ്പോൾ വേറൊരു തീം ഓപ്പൺ ആയി ക്ലോസ്ഡ് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. അത് താഴത്ത് പേരിലാക്കുമ്പോൾ മുന്നത്തെ മോഡൽ നോക്കുമ്പോൾ ഇതിൽ ഡബിൾ ടോൺ കളറിൽ വന്നാലും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗൺമെറ്റൽ ഫിനിഷ്. വാഹന നിർമ്മാണത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാകാതെ ആകെ വരുന്ന കാര്യം ഒരു ഓഫ് റോഡ് ഭയങ്കര ഓഫ് ടഫ് ടെറൈൻ യൂസ് ചെയ്യുന്ന വാഹന നിർമ്മാണ കമ്പനി ജീപ്പ്. ഇന്നത്തെ വീഡിയോ ജീപ്പ് കോമ്പസ്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ ജീപ്പ് കോമ്പസ് എന്ന് പറയുന്ന മോഡൽ. കാരണം ജീപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന ഒരു കാര്യം ഒരു 7 സ്ലോട്ട് ഗ്രില്ലാണ്. അത് നമുക്ക് ഈ വണ്ടിയിൽ ഒരുപാട് ഐഡൻറ്റിറ്റി കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിൽ തന്നെ. അപ്പോൾ ജസ്റ്റ് ഓരോന്നായിട്ട് നോക്കാം. പിന്നെ ഫ്രണ്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ ജീപ്പിന് വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. താഴെ ഗ്രിൽ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ക്ലോസ്ഡ് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. അത് താഴത്ത് പേരിലാക്കുമ്പോൾ മുന്നത്തെ മോഡൽ നോക്കുമ്പോൾ ഇതിൽ ഓപ്പൺ ഗ്രില്ലാണ്, പക്ഷേ ഇതിൽ ക്ലോസ്ഡ് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 360 ഡിഗ്രി ക്യാമറ ഇവയും വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഗൺമെറ്റൽ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. നല്ല പ്രീമിയം ലുക്കുള്ളൊരു ഗ്രിൽ യൂണിറ്റാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. നേരെ താഴെ ചെറിയ ഗ്രിൽ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വന്നുള്ളത്. താഴത്തെ ബമ്പർ യൂണിറ്റ് പറയുന്നത് ഒരു ലിപ്പ് പോലത്തെ ഒരു എലമെൻറ്റാണ് കൊടുത്തത്. അതൊരു ഗൺമെറ്റൽ ഫിനിഷിൽ വന്നാൽ. പിന്നെ ഹണിഗ്രം ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ നല്ല പ്രീമിയം ലുക്ക് രീതിയിലാണ് എല്ലാം ഒരു ഫ്രണ്ട് പ്രൊഫൈൽ ചെയ്തിട്ടുള്ളത്. നേരെ ഹെഡ് ലാമ്പ് നോക്കുകയാണ് പ്രൊജക്റ്റഡ് LED ഹെഡ് ലാമ്പിൻ്റെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് DRL പ്ലേസ് ചെയ്തിട്ടുള്ളത്. താഴെയാണ് ഫോഗ് ലാമ്പ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മുന്നത്തെ മോഡലിൽ താഴെയാണ് DRL കൊടുത്തിട്ടുള്ളത്, പക്ഷേ ഇത് പുതിയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പ്രീമിയം ലുക്ക് തരുന്ന രീതിയിലാണ് ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ. ആരായാലും ഇഷ്ടപ്പെടുന്നൊരു വാഹനമാണ് ഒരു ജീപ്പ് എന്നുള്ളത്. ജീപ്പിൽ ലൈനപ്പ് നോക്കുക ഏറ്റവും കൂടുതൽ വിറ്റൊരു മോഡലും ജീപ്പ് കോമ്പസ് ആണ്. കണ്ടോ, ഇതാണ് ഏറ്റവും കൂടുതൽ വിറ്റൊരു വണ്ടി പറഞ്ഞ ജീപ്പ്. നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് ഇപ്പോൾ ഒരു മെയിൻ ഹൈലൈറ്റ് നിൽക്കുന്ന ഒരു അലോയ് വീൽസാണ്. 18 ഇഞ്ച് അലോയ് വീൽസ് വന്നാൽ അതും ഡബിൾ ടോൺ കളറിൽ വന്നാൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗൺമെറ്റൽ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. പ്രീമിയം ലുക്കാക്കിയിട്ടുണ്ട്. 5 സ്പോക്ക് വന്നുള്ളത്. അതിൽ നമ്മളെ ജീപ്പിനൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു ഐഡൻറ്റിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ജീപ്പിനൊരു ബാഡ്ജിങ് ആണ്. അതുപോലെ നേരെ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്, SV ക്ലാഡിങ്. ഇത് നമുക്ക് ഓപ്ഷൻ ചെയ്യാം. അതായത് നമുക്ക് ബ്ലാക്ക് ലൈൻ ബ്ലാക്ക് ചെയ്യാം. ഇവിടെ ബ്ലാക്ക് ഫിനിഷും വരുന്നുണ്ട്. പിന്നെ ഡോൾട്ടോൺ ആണ്. മേലെ ഒരു ഗ്രേ കളറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 10 മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ 10 ഇൻഡിക്കേറ്റേഴ്സും താഴെ 360 ക്യാമറയുടെ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽ റിക്കോ സെൻസറും കാര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കോമ്പസിനൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗൺമെറ്റൽ ഫിനിഷിലാണ് കോമ്പസിനൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത്. ഒരു പാറ്റേൺ നല്ല പ്രീമിയം ഒരു സ്പോർട്ടി ഫീൽ തരുന്ന ഒരു പാറ്റേണാണ് അതിൽ വന്നിട്ടുള്ളത്. വാവ്, ഭയങ്കര അട്രാക്ഷനുള്ള സൈഡ് പ്രൊഫൈലും കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. ഫ്രണ്ടിലും ബാക്കിലും കുറച്ച് എലമെൻറ്റ് മാറ്റം വന്നിട്ടുള്ളൂ. പഴയ മുടിച്ച് പുതിയ കമ്പയർ ചെയ്യും. ഇതാണ് ഓവറോൾ ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ കൊടുത്തുള്ളത്. ബാക്കിൽ ആദ്യം ഒരു സാധനം കാണിച്ചിട്ടാണ്. അതായത് ഇത് കണ്ടോ, ഒരു പാമ്പ് പോണ കണ്ടോ? ഇത് എന്തിനാണെന്ന് അറിയുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ജീപ്പിനൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതൊരു ഗൺമെറ്റൽ ഫിനിഷിലാണ് വന്നിട്ടുണ്ട്. പിന്നെ ടൈലാമ്പിലും യാതൊരു മാറ്റമില്ല. പഴയ വന്ന അതേ സെയിം ടൈലാമ്പ് വന്നിട്ടുണ്ട്. കുറച്ച് സ്മോക്ക് കൂടെ നല്ല സ്പോർട്ടി ഫീൽ ആക്കിയിട്ടുണ്ട്. പിന്നെ ടോപ്പിൻ്റെ മോഡൽ എസിനൊരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ 4x4 ഒരു ബാഡ്ജിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആകെ മാറ്റം വന്നുള്ള ഈ ഒരു ടെയിൽ ഗേറ്റിലാണ്. ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് വന്നു. അതാണ് ആകെ ഒരു മാറ്റം വന്നുള്ളത്. പഴയത് പുതിയ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് ഉണ്ട്. ഏകദേശം 438 ലിറ്ററാണ് ബൂട്ട് സ്പേസ് എന്നുള്ളത്. താഴെയാണ് സ്റ്റോറേജ് സ്പേസ് ടൂൾ കിറ്റ് കൊടുത്തുള്ളത്. കണ്ടോ, ഇതാണ് പുഷ് ചെയ്തിട്ട് ഓപ്പണൊക്കെ സ്പെയർ വീലും ടൂൾ കിറ്റും കാണാൻ പറ്റും. പിന്നെ ബൂട്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ ബൂട്ട് ലാമ്പുണ്ട്. നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാം. പിന്നെ ഏകദേശം 4 ഹുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഹുക്കിടെ ഒന്നവിടെ ഇവിടെ ഏകദേശം 4 ഹുക്കാണ് കൊടുത്തിട്ടുള്ളത്. കെട്ടി എന്തായാലും ലോങ് ട്രിപ്പ് പോകുമ്പോഴേക്കും ബാഗ് കെട്ടി വെക്കാനുള്ള രീതിയിൽ കൊടുത്തത്. പിന്നെ ഇവിടെ ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പണർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്ലോസ് ഇവിടെ വന്നിട്ടുള്ളത്. അത് മാത്രമല്ല ജീപ്പിൻ്റെ ഐഡൻറ്റിറ്റി 7 സ്ലോട്ട് ഗ്രില്ല് കണ്ടോ, ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രില്ലിൻ്റെ ബാഡ്ജ്. അതുപോലെ തന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ആവും നമ്മളെ ടെയിൽ ഗേറ്റ്. ഇനി നമ്മൾ ഇന്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ലക്ഷറി ഫീൽ ഇടുന്ന ഒരു ഇന്റീരിയറാണ് ഇതിന് വന്നിട്ടുള്ളത്. നമുക്ക് ഏതൊരു എലമെന്റ് നോക്കുന്ന ഒരു ലക്ഷറി ഫീൽ നമുക്ക് കിട്ടും. ആ രീതിയിലാണ് വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ജീപ്പ് എന്ന് പറയുമ്പോൾ ഒരു റഫ് ആൻഡ് ടഫ് യൂസിന് പറ്റുന്ന ഒരു വാഹനമാണ്. അതുപോലെ തന്നെ നമുക്ക് ലൈഫ് ടൈമിൽ യൂസ് ചെയ്യാം ഈ ഒരു ജീപ്പ് കോമ്പസ് എന്ന് പറയുന്നത്. അങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ കീ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കീ വന്നത്. ലോക്ക് അൺലോക്ക് പിന്നെ ബൂട്ട് സ്പേസ് ഓപ്പൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കീ വെക്കാൻ നമുക്ക് ഒരു ഹോൾഡർ ജീപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെയാണ് ഹോൾഡർ വന്നുള്ളത്. കീ വെക്കാൻ നമുക്ക് കീ മാത്രമല്ല നമുക്ക് ഫോൺ ഇവിടെ വെക്കാം. അല്ലെങ്കിൽ ഇവിടെ ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സും അവിടെ വന്നിട്ട്. ഈ കപ്പ് ഹോൾഡർ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഒരു റബ്ബർ കൊടുത്തിട്ടുണ്ട് കപ്പ് ഹോൾഡർ. അപ്പോൾ നമ്മുടെ ഒരു ബോട്ടിൽ കാര്യങ്ങൾ വെക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ റഫായി നിന്നോളും. ഇളകി കളിക്കൂല എന്നാണ് അതിനോട് ഇതുള്ളത്. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് ഇഗ്രിഷ് ഓണാക്കി തരാം.
ഒരു പ്രീമിയം ലുക്ക് നമുക്ക് കിട്ടും എങ്ങനെ നോക്കിയാൽ ഈ വാഹനത്തിൽ ആ രീതിയിലാണ് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല ആ ഒരു റഫ് ആൻഡ് ഓഫ് യൂസിന് പറ്റാതെ ഒരു ലൈഫ് ടൈമിൽ യൂസ് രണ്ടിലും നടക്കുന്ന ഒരു രീതിയിലാണ് ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു 10 ഇഞ്ച് ഇൻഫോടൈപ്സിനെ കാണാം. ആൻഡ്രോയിഡോ ആപ്പിൾ കാർപ്ലേ ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. നാവിഗേഷൻ ഓപ്പൺ ആയിട്ടുള്ളത്, കംഫേർട്ട്, ക്ലൈമറ്റ് കൺട്രോൾ, AC അങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിലത്തെ 2 സീറ്റ് വെന്റിലേഷനാണ്. അതിൻ്റെ എലമെൻറ്റിന് മേലത്തെ രണ്ടിലും കൊടുത്തുള്ളത് സീറ്റ് വെന്റിലേഷൻ വന്നിട്ടുണ്ട്. അത് വാഹനം ഓൺ ആയാലാണ് ഓപ്പൺ ആവുള്ളൂ. പിന്നെ ഫോൺ കണക്ടിവിറ്റി, ഇതൊക്കെ ഫോൺ കണക്ടിവിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ജീപ്പ് വെഹിക്കിൾ ഇൻഫർമേഷൻ, സറൗണ്ട് വ്യൂ ക്യാമറ, ഭയങ്കര ക്വാളിറ്റി ഒരു HD വിഷ്വൽ ഒരു ക്യാമറയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വണ്ടിയുടെ ബാക്കിൽ നിന്ന് വ്യൂ, ബാക്കിലത്തെ വൈഡ് ആയിട്ടുള്ള വ്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടത്തെ കണ്ടോ, ഫ്രണ്ടിൽ കോമ്പസ് എടുക്കണം കാണാൻ ഇതിൽ. പിന്നെ ബാക്കിലത്തെ വൈഡ് ആയിട്ടുള്ള വ്യൂ, അങ്ങനെ ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. അത് മാത്രമല്ല നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ നമുക്ക് ഏത് ലൈന് കാണിക്കും ഭയങ്കര അട്രാക്ഷൻ തരുന്ന ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു 10 ഇഞ്ച് ഇൻഫോടൈപ്സ് അതും ഭയങ്കര ഒരു പ്രീമിയം ലുക്ക് തരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാസഞ്ചർ എയർ ബാഗ് ഓഫ് ആക്കുള്ള ഒരു ബട്ടൺ, പാർക്ക് സെൻസർ ഓഫ് ആക്കുള്ള, ഹസാർഡ് ലാമ്പ്, ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആയിട്ട്, ഓട്ടോ ഹോൾഡ്, പിന്നെ AC വെന്റുകൾ. അത് മാത്രമല്ല ഇവിടെയും AC വെന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു ഹൈഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. AC വെന്റ് ഭയങ്കര അട്രാക്ഷൻ തോന്നി, കാരണം ഹൈഡ് എടുത്ത് കാണിക്കില്ല പുറത്തേക്ക്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്ക്രീൻ ഓഫ് ആയി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡിസ്റ്റർബ് കൊടുത്തിട്ട് സ്ക്രീൻ ഓഫ് ആവും. ഡബിൾ ടാപ്പ് ചെയ്താണ് അത് ഓപ്പൺ ആവും. ആ രീതിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. 2 C പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഒരു C പോർട്ടും ഒരു A പോർട്ടും കൊടുത്തിട്ടുള്ളത്. പിന്നെ 9 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, ഇത് മാനുവൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഡ്രൈവ് മോഡ് സെലക്ഷൻ ഇവിടെ വന്നിട്ടുള്ളത് കണ്ടത് ഒരു റെട്രോ സ്വിച്ച് പോലെ വന്നിട്ടുണ്ട്, റോട്ടറി സ്വിച്ച് പോലെ. ഇതിപ്പോൾ സ്നോ പറഞ്ഞ മൂഡിലൊക്കെ എടുക്കേണ്ടത്. അതുപോലെ തന്നെ സാൻഡി മഡ് വന്ന് ഒരു മൂഡും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 ലോക്കിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഹിൽ ഹോൾഡ്, 4 ലോ, പിന്നെ ഹോൾഡ്, ഇങ്ങനെ 3 ഇത് 4 വീൽ ഡ്രൈവിൻ്റെ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞവർ കണ്ട് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ പറ്റില്ല, നോർമൽ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുള്ളത്. സൺ റൈസ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല അത് ഫുൾ ഒരു ബ്ലാക്ക് തീമിലാണ് ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ മിറർ വിത്ത് ലാമ്പ കൊടുത്തിട്ടുള്ളത്. നമ്മൾ വാങ്ങാൻ സ്റ്റാർട്ടല്ല മിറർ മാത്രമേ ഉള്ളൂ, ലൈറ്റ് പോകണമില്ല. ഇവിടെ അതേ സെയിം വന്നിട്ടുള്ളത്, മിറർ വിത്ത് ലാമ്പ കൊടുത്തിട്ടുള്ളത്. ഇവിടെ റീഡിങ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൂട്ട് സ്പേസ് ഓപ്പൺ ആണെങ്കിലും വട്ടെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പെരോനമിക് സൺറൂഫ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ആക്കി വെക്കാം. ഈ ഒരു ഫീച്ചർ ഉള്ള കാരണം നമുക്ക് ഒരു ചിൽ മൂഡായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ഫുൾ ഓൺ ഓപ്പൺ ആയി. നമുക്ക് ചിൽ മൂഡായിട്ട് ഇതൊക്കെ ഓപ്പൺ ആക്കി യാത്ര ചെയ്യാം. അതാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ക്ലോസ് ആവുകയും ചെയ്യും. അത് മാത്രമല്ല ഒരു ഫുള്ളി ഒരു ബ്ലാക്ക് തീമായി കാരണം സ്പോർട്ടി ഫീൽ കിട്ടും ചെയ്യും. പ്രത്യേകിച്ച് നമ്മളൊരു മലയാളികൾക്ക് ബ്ലാക്ക് എന്തോ ഒരു അട്രാക്ഷൻ എന്നുള്ളൊരു കളറാണ്. പ്രത്യേകിച്ച് നമ്മളെ ബോയ്സിന് ഒരു അട്രാക്ഷൻ എന്ന് പറയുന്ന കളറാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് തീമിലാണ് ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഏറ്റവും പുതിയ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മീഡിയ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്രൂയിസ് കൺട്രോൾ, ഹെഡ് ലാമ്പ്, വൈപ്പ് കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ 10.2 ഇഞ്ച് ഒരു ക്ലസ്റ്റർ കൊണ്ട് കൊടുത്തത്, ഫുള്ള് ഡിജിറ്റൽ ക്ലസ്റ്റർ കൊണ്ട് കൊടുത്തത്. അതിന് ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. കണ്ടോ, ടയർ പ്രഷറാണ് കൊടുത്തിട്ടുള്ളത്, കിലോമീറ്റർ, ആവറേജ്, അതുപോലെ തന്നെ നമുക്ക് ആ മീറ്റേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും പല തീമിൽ. ഇപ്പോൾ വേറൊരു തീം ഓപ്പൺ ആയി, RPM മീറ്റേഴ്സ് കേട്ടോ. ഇത് നമ്മളെ ഡ്രൈവ് മോഡിൻ്റെ ആണ്. ഇപ്പോൾ ഓട്ടോ ഡ്രൈവ് മോഡ് ഏതൊക്കെ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ തന്നെ നമ്മൾ 4 വീല് എൻഗേജ് ചെയ്യാൻ ടൈം ആകുമ്പോൾ ഇതിൽ തന്നെ കാണിക്കും ഓഫ് റോഡ് എന്ന് പറയുന്നത്. കാരണം ഈ ബട്ടൺസ് ഒക്കെ ഓഫ് റോഡിനുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീല് ശ്രദ്ധിച്ചാൽ നല്ലൊരു പ്രീമിയം ലുക്കിൽ സ്റ്റിയറിംഗ് വീല് കൊടുത്തിട്ടില്ല. ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീല്, സ്റ്റിയറിംഗ് അഡ്ജസ്റ്റൻറ്റും കൊടുത്തിട്ടുണ്ട് കണ്ടോ. ടിൽറ്റ് മാത്രം കൊടുത്തിട്ടുള്ളൂ, ടെലിസ്കോപ്പ് ഇല്ല. ഇതുകൊണ്ട് ലോക്കാക്കി വെക്കാം. അതുപോലെ ഹെഡ് ലാമ്പ് കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഫോഗ് ലാമ്പ് ഓണായി, ഹെഡ് ലാമ്പ്, പിന്നെ ഓട്ടോ.
LED ഹെഡ് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ ഡോർ ലോക്ക് അൺലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ വിൻഡോ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 സീറ്റാണ് വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ളത്. പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റും കൊടുത്തിട്ടുണ്ട്. ലോക്ക് അൺലോക്ക് പവർ വിൻഡോ ലോക്കാണ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ആൽപൈൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ മെമ്മറി സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രിക് കേട്ടോ. 8 വേ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു പോർഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ബട്ടൺ ഇവിടെ കൊടുത്തു. പിന്നെ നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുമ്പോൾ ഡോർ പാഡ് നമ്മൾ പിയാനോ ബ്ലാക്ക് ഫിനിഷിനുള്ളിലാണ് ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ഗൺമെറ്റൽ ഫിനിഷിൽ വന്നുള്ളത്. പവർ വിൻഡോ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ ഒരു എലമെൻറ്റ് ശ്രദ്ധിച്ചോ, കണ്ടോ? ഇവിടെ ഒരു എലമെൻറ്റ് ഒരു ജീപ്പിൻ്റെ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അവിടെയും ഒരു ഐഡൻറ്റിറ്റി കാണിക്കുന്നുണ്ട്. നമ്മളെ ജീപ്പ് 7 സീറ്റർ ഗ്രില്ല് അവിടെയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ സെക്കൻഡ് റോക്കാണ് കയറുമ്പോൾ ഭയങ്കര ഒരു പ്രീമിയം ലുക്ക് തരുന്ന സെക്കൻഡ് റോ ആണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് സെക്കൻഡ് റോ. ഇവിടെ ഫയൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ USB ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സെൻറ്റർ ടണലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ 2 ലൈറ്റിന് ചാർജിങ് സോക്കറ്റും വന്നിട്ടുണ്ട്. പിന്നെ സീറ്റ് നോക്കാൻ നല്ല കംഫർട്ടുള്ള സീറ്റാണ്. തൈ സപ്പോർട്ടായിട്ട് അത്യാവശ്യം നല്ല ഉണ്ട്. ഹെഡ് റൂമായിട്ട് നല്ല കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാം. ഭയങ്കര സ്പേഷ്യസ്, ഭയങ്കര കംഫർട്ടും. ഞാൻ ഇതിന് മുന്നേ കുറച്ച് റോഡ് ഷോ ഉണ്ടായിരുന്നു നമ്മുടെ ജീപ്പ് കാലിക്കറ്റിൽ. അപ്പോൾ ഞാൻ ഇവരെ കൂടെ പോയിരുന്നു റോഡ് ഷോ. അന്ന് ഫുള്ളും ഞാൻ ഒരു ജീപ്പിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടുണ്ട്. ദൂരയാത്ര ചെയ്ത് നമുക്ക് ഒരിക്കലും മടുക്കില്ല. അങ്ങനത്തെ ഒരു കംഫർട്ട് നമുക്ക് ജീപ്പ് കോമ്പസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റിൽ നമുക്കൊരു കണ്ടോ ഒരു ഹാൻഡ് റെസ്റ്റ്, 2 കപ്പ് ഹോൾഡേഴ്സ്. നമ്മൾ ഫ്രണ്ടിൽ കണ്ടത് സെയിം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഫോൺ ഹോൾഡറൊക്കെ വെക്കാനുള്ള. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ റബ്ബർ ഫിനിഷ് ഇവിടെയും കൊടുക്കും. നമ്മളൊരു ബോട്ടിൽ ഹോൾഡറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ടൈറ്റ് ആയിട്ട് നിൽക്കും, അയാൾ ഇളകി കളിക്കില്ല. അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാനോരമിക് സൺറൂഫ് ബാക്ക് വരെയുള്ള കാരണം ഭയങ്കര ചിൽ മൂടായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. എഞ്ചിൻ പേ ഓപ്പണിംഗ് ലിഡ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു എലമെൻറ്റ് കണ്ടോ, എഞ്ചിൻ പേ ഓപ്പൺ ആക്കുള്ള ഒരു ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലോങ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് 2 ലിറ്റർ മൾട്ടി ജെറ്റ് ഡീസൽ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ഏകദേശം 170 HP പവർ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ടോർക്ക് നോക്കുകയാണെങ്കിൽ 350 NM ടോർക്കിനെ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു എഞ്ചിനാണ്. എഞ്ചിൻ സ്പെക്ക് ഫുള്ള് പാക്കഡ് എഞ്ചിനാണ്. വേറെ സ്പേസും കാര്യമൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ടർബോ ഡീസൽ ഒരു ബാറ്ററിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സ്പേസസും ഒന്നും കാണാൻ കൊടുത്തില്ല. ഫുള്ള് കവേർഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ വേണ്ടി ഇൻഷുറൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഭയങ്കര പ്രീമിയം ലുക്കുള്ളൊരു വണ്ടിയാണ് ജീപ്പ് കോമ്പസ്. വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ കോൺടാക്ട് ചെയ്യും. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ചെറിയൊരു ബ്രേക്ക്.